ഒരു കാലത്ത് സാമൂഹികമായും സാമ്പത്തികമായിട്ടും ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സമുദായമായിരുന്നു ക്രൈസ്തവ സമുദായം. പിന്നീട് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അതിലൊരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പം ഒരുപക്ഷെ നമ്മുടെ ജീവിത രീതി അല്ലെങ്കിൽ സാഹചര്യമൊക്കെ മാറിയതായിരിക്കാം അതിനുള്ള പ്രധാന കാരണം. അക്കാര്യങ്ങളൊക്കെ എടുത്തു പറയുമ്പോൾ അതിൽ ആദ്യം മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയാണ്. ഇങ്ങനെ ക്രൈസ്തവർക്കിടയിലുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയാണ് പലപ്പോഴും വിദേശ കുടിയേറ്റങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. വിദേശത്തേക്ക് കുടിയേറി പോകുന്ന ആളുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്രൈസ്തവരാണ്. മെച്ചപ്പെട്ട ജീവിത രീതി അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസം, ഇതിനൊക്കെ ആയിട്ടാണ് എല്ലാവരും വിദേശത്തേക്ക് കുടിയേറുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഡിഗ്രി, PG അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ പലർക്കും ഇന്നിവിടെ ജോലിയില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവർക്കൊരു ഭദ്രതയോ ഉറപ്പോ ഒന്നുമില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിദേശ കുടിയേറ്റം വർദ്ധിക്കുന്നു അതിനെതിരെ. അപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറഞ്ഞത് കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു ആഗോള പ്രതിഭാസമാണെന്നാണ്. അത് കാലാകാലങ്ങളായിട്ട് നടക്കുന്നതാണ്, അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്.